ഈ യൂട്യൂബ് ചാനലുകൾക്ക് കണ്ടന്റുകൾ ഇല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അത് ഇങ്ങനെ ഒരു പഞ്ഞമാസമാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. ബിഗ് ബോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തട്ടി മുട്ടിയും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതി യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ അതില്ല. അപ്പം അവർ അതിന് കുറച്ച് ആൾക്കാർ ഏറ്റുപിടിച്ചിരിക്കുന്നത് എമ്പുരാനെ പോലുള്ള സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മളും ആ ഗണത്തിൽ പെടും എന്നുള്ള മറ്റൊരു കൂട്ടർ പിടിച്ചേക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ചാനലുകൾ കാണുമ്പം എലിസബത്ത്, ബാല, അമൃത, ചെകുത്താൻ എന്ന് വേണ്ട ഒരു കുടുംബത്തിന് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബാല, അമൃത, എലിസബത്ത്, പിന്നെ കോകില, ഒരു വ്യക്തിയുടെ കുടുംബവും ആ കുടുംബകാര്യങ്ങളെല്ലാം പഴയ കാര്യങ്ങളെല്ലാം ചകഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏറ്റുപിടിക്കാൻ ചില യൂട്യൂബ് ചാനലുകൾ. നിങ്ങൾക്ക് ഈ വ്യൂസ് കിട്ടുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്, ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. അതിനേക്കാൾ വലുത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മൾ അതെല്ലാം മാറ്റി വെക്കും. എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നറിയാനുള്ള താല്പര്യമാണ് നമുക്ക് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലൊക്കെ മിക്കവാറും കാണുകയും ഒക്കെ കമൻറ്റും എന്താ പറയുന്നത് എന്നറിയും. അത് സത്യം പറഞ്ഞാൽ മുതലെടുക്കരുത്. ഞാൻ പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ചാനലുകളുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എലിസബത്ത് എന്ത് പറഞ്ഞു, എലിസബത്ത് മിണ്ടിയോ, ബാല എന്ത് പറഞ്ഞു, ബാല കേസ് കൊടുത്തോ, കോകില എന്ത് പറയുന്നു, കോകില ചോറുണ്ടോ, അമൃത ഇത് നോക്കിയിരിക്കുന്നുണ്ടോ, ഇതൊക്കെ കാര്യങ്ങളാണ് ചർച്ച. ഇതിനകത്ത് എങ്ങും പെടാത്ത സ്ഥിരമായിട്ട് യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മമ്മൂട്ടിയെയും എന്ന് വേണ്ട സകല വ്യക്തികളെയും ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കൊന്നും ഇഷ്ടമല്ല. പുള്ളി ചെയ്യുന്നത് മാത്രമാണ് സ്ഥിരം നല്ലത് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്, ചെകുത്താൻ എന്ന് പറയുന്നത്. അത് ആ യൂട്യൂബ് ചാനലുകളെ കൂട്ടുപിടിക്കുക. പുള്ളി ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുക. എന്താണെന്ന് മനസ്സിലായില്ല. ബാല എന്ന് പറയുന്ന വ്യക്തി, പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ സ്വദേശം തമിഴ്നാടാണ്. മലയാളത്തിൽ വന്ന് ഒരു മലയാളി എന്ന രീതി പുള്ളിയുടെ സംഭാഷണ രീതിയും പുള്ളിയുടെ രീതിയൊക്കെ നമുക്ക് യോജിക്കുന്ന രീതിയിലല്ല. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പോൾ പുള്ളിയുടെ വഴിക്ക് വിടുക എന്നാണ് ഞാൻ ഈ കൂട്ടരോട് പറയാനുള്ളത്. ഇതിപ്പോൾ അമൃതയും ബാലയും തമ്മിൽ കല്യാണം കഴിച്ചു. അമൃതയും ബാലയും തമ്മിൽ കല്യാണം കഴിച്ചു. രണ്ട് മനുഷ്യർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാകുകയാണെങ്കിൽ അവർ കല്യാണം ഒഴിഞ്ഞു. അതിനുശേഷം അന്നൊന്നും ആ രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടില്ല, വളരെ കൂളായിട്ട് മാത്രമേ. പിന്നെ ബാല ഇൻ്റർവ്യൂവെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ അമൃത പറയാൻ തുടങ്ങി. അങ്ങനെ അതൊരു അടിയായി. അപ്പോഴൊക്കെ തന്നെ ബാല കല്യാണം കഴിച്ചോന്ന് എനിക്കറിയില്ല, എലിസബത്തുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു. കൂടെ എലിസബത്ത് ഉണ്ടായിരുന്നു. അപ്പം എലിസബത്തും ബാലയും അവരെ ഒന്നിച്ച് മാറുന്നു. ഇതിൽ എനിക്ക് ഗോപി സുന്ദറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമൃതയുടെ കാര്യങ്ങൾ യൂട്യൂബിനകത്ത് വരുന്നുണ്ട്. ഇതൊന്നും സത്യമാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ എലിസബത്തും അമൃതയും ബാലയും ഗോപി സുന്ദറും അമൃതയും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനൊക്കെ അന്നേരം കാണുന്നത് ഇവരുടെ എല്ലാം പ്രശ്നമാണ്, അവരുടെ എല്ലാം കുടുംബ പ്രശ്നമാണ്. ഓരോരുത്തരുടെ ഇഷ്ടപ്പെടാനും അവരോടൊപ്പം ജീവിക്കാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ബാല എന്ന് പറയുന്ന വ്യക്തിക്ക് അസുഖം ബാധിക്കുന്നു പറഞ്ഞുകൊണ്ട് വാർത്ത വന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് വളരെ സന്തോഷകരമായ ജീവിതത്തിൽ ഒരു ജീവിതമേ ഉള്ളൂ, സന്തോഷകരമായി മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കണ്ടു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പം എലിസബത്തിനെ കാണുന്നില്ല, എലിസബത്ത് ഒന്നും മിണ്ടുന്നില്ല. ഇതിനെപ്പറ്റി യൂട്യൂബ് ചാനലുകൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. എലിസബത്ത് യാതൊരു അക്ഷരം മിണ്ടിയില്ല. നമുക്കും തോന്നി വളരെ നല്ല കാര്യം. രണ്ടുപേരുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ കഷ്ടമായിരിക്കും.
അത് നല്ല കാര്യം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വശത്തു നിന്ന് അമൃതയും ബാലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. അപ്പോഴും എലിസബത്ത് ഒന്നും വേണ്ടുന്നില്ല. ഇതിനിടയിലാണ് അമൃത ബാലയ്ക്കെതിരെ കേസ് കൊടുക്കുന്നു. കോടതി അവസാനം ബാലയോട് പറയുന്നു, ഇനി ഒരക്ഷരം മിണ്ടിയേക്കരുത്. അമൃതയ്ക്കും എലിസബത്തിനും ഒന്നും എന്താ പറയുന്നത്, ആ ശിഷ്ടം പിന്തുടർന്നിട്ടില്ല. അവർക്ക് ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ബാല ഇതിനെപ്പറ്റി ഒന്നും ഒരക്ഷരം മിണ്ടരുത്. കേസ് അങ്ങനെ പോകുന്നു. എല്ലാം അടങ്ങി ഒതുങ്ങി എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് ബാല മൂന്നാമത് കല്യാണം കഴിക്കുന്നത്. ബാലയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു വളരെ നല്ല കാര്യം. ബാലയെ അടുത്തറിയാവുന്ന, ഒരുപക്ഷെ ബാലയെ ഇവരെ എല്ലാം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ബാലയെ ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തി, പക്ഷെ തുറന്നു പറയാതെ അവസാനം കോവിലെ ബാല കല്യാണം കഴിക്കുന്നു. അവർ തമ്മിലുള്ള വിവാഹ ജീവിതം വളരെ സന്തോഷമായി മുന്നോട്ട് പോകുന്നു. ഇവരെല്ലാം ഇവരുടെ വിവാഹ ജീവിതവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ചില ആൾക്കാർ പരിഭവിച്ചു, ബാലയ്ക്ക് നല്ല ജീവിതം കിട്ടിയല്ലോ. നല്ല ജീവിതമാണോ ചീത്ത ജീവിതമാണോ എന്ന് അവർക്കറിയാം, നമുക്കതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഇതിനിടയിലാണ് അമൃത വീണ്ടും ഒരു കേസ് കൊടുക്കുന്നത്. ബാല മകൾക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ച ഒരു ഇൻഷുറൻസിൻ്റെ തുക ബാല സ്വന്തമായിട്ട് തട്ടിയെടുത്തു എന്നൊക്കെയുള്ളൊരു, അത് കേസിൻ്റെ പുറത്ത് പോട്ട് നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പറയില്ല. അവിടെ തുടങ്ങിയ കാര്യങ്ങൾ എലിസബത്ത് പിന്നെ ഏറ്റുപിടിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഏറ്റുപിടിക്കുന്നു. ഒരു വശത്ത് ചെകുത്താനെ കൂട്ടുപിടിക്കുന്നു. ചെകുത്താൻ ഇങ്ങനെ നിരന്തരമായി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇവരുടെ എല്ലാം മുഖ്യശത്രു എന്ന് പറയുന്നത് ബാല എന്ന് പറയുന്ന വ്യക്തിയാണ്. മറുവശത്ത് ബാലയും കോകിലയും. ഒരു സമയത്ത് ബാലയും എലിസബത്ത് ആയിരുന്നു, പിന്നെ ബാലയും കോകിലയായി. അപ്പം അപ്പുറത്തെ എതിരാളികളുടെ എണ്ണം കൂടുന്നുണ്ട്. ബാലയെ സംബന്ധിച്ച് ബാല എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നതെന്ന് ബാലയ്ക്ക് യാതൊരു വിവരവുമില്ല. എന്താണ് പുള്ളി ചെയ്യുന്നതെന്നറിയില്ല. പുള്ളി നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചീത്ത കാര്യങ്ങളും, വിമർശനാത്മകമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നോ രണ്ടോ വീഡിയോയിലൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒതുക്കി തീർക്കാൻ വേണ്ടി ഇപ്പോൾ സെലിബ്രിറ്റികളാകുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം നിശ്ചയമായിട്ടും പറയാൻ പറ്റും, ഞാൻ ഈ രണ്ടുപേര് പറയുന്നതും എല്ലാം കണക്കാണെന്ന്. എല്ലാം കണക്കാണ്. നമ്മൾ കേട്ടിടത്തോളം കാര്യങ്ങളെല്ലാം ആരെയും നമ്പാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇവരിൽ ആരും ക്ലിയർ അല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എല്ലാവരുടെയും തെറ്റുകളുണ്ട്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകൾ ഒരാൾ മാത്രമല്ല തെറ്റുകാരൻ, എല്ലാവരും തെറ്റുകളുണ്ട്. ആർക്കും ക്ഷമയില്ല, എല്ലാവർക്കും ഈഗോയാണ് പ്രശ്നം. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ ബാലയും അമൃതയും തമ്മിൽ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ് അമൃതയ്ക്ക് ഇത്രയും വലിയൊരു സെലിബ്രിറ്റി പരിവേഷം കിട്ടിയെന്നത്. അമൃതയുടെ കൂടെ മത്സരിച്ച പലരുമുണ്ട്, ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ്. അവരൊന്നും ഇപ്പോഴും ലൈവിൽ നിൽക്കുന്നൊന്നുമില്ല. അമൃത നിൽക്കാനുള്ള ഒരു കാരണം ചില വിവാദങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ ഒരു അഭിപ്രായമാണ്. അതുപോലെ എലിസബത്ത്, ബാലയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയെ എത്ര പേർക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇങ്ങനെ മനസ്സിലാകുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എലിസബത്ത് ബാലയെ കല്യാണം കഴിച്ചുകൊണ്ടാകാം എലിസബത്തിനെ കൂടുതൽ ആൾക്കാർ അറിയുകയും ഇഷ്ടപ്പെട്ടു തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ. അപ്പം കോകില എന്ന് പറയുന്ന വ്യക്തി എവിടെയോ ഇരുന്ന കോകില ബാലയെ കല്യാണം കഴിച്ചുകൊണ്ട് കോകില ഇപ്പം യൂട്യൂബിനകത്തേക്ക് സ്റ്റാറാണ്, സോഷ്യൽ മീഡിയയിലെ സ്റ്റാറുകളാണ് ഇവരെല്ലാം. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ ബാല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ബാലയാണ് സ്ഥിരമായിട്ട് പള്ളു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനലുകളോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ ജീവിതം അവർ തീരുമാനിക്കട്ടെ. അവർ കുടുംബജീവിതത്തിലുണ്ടായ, അവർ സ്നേഹിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പല പരിഭവങ്ങളും പിണക്കങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുകയാണ്. ഓരോരുത്തർക്കും ഇതിനെപ്പറ്റി എതിർപ്പുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ, നിയമ നടപടി സ്വീകരിക്കട്ടെ. ഇതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇത് നിരന്തരമായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. നിരന്തരമായി എലിസബത്ത് എന്ത് ചെയ്തു? എലിസബത്ത് ഒന്നിന് മറുപടി പറഞ്ഞു, ബാല അതിന് മറുപടി പറയാൻ നടക്കുന്നു, അപ്പുറത്ത് അമൃത നോക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി കുറച്ച് യൂട്യൂബുകാർ സ്ഥിരമായിട്ട് പിന്തുടരുന്നുണ്ട്. അത് ദയവായി ഇത് ഒഴിവാക്കുക. ഇപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും,
നിങ്ങൾ ആവശ്യമില്ലാതെ എമ്പുരാനെ പറ്റിയും ഒക്കെ ഇട്ടല്ലേ, സിനിമയിലെ സംഭവങ്ങളൊക്കെ ഇട്ടല്ലേ നിങ്ങൾ. നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, എല്ലാം പോസിറ്റീവായിട്ടാണ് പറയുന്നത്. നെഗറ്റീവായിട്ട് പറയേണ്ടി വരുന്ന നെഗറ്റീവായിട്ട് പറയും, നമ്മളെല്ലാം പോസിറ്റീവായിട്ടാണ് പറയേണ്ടത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ്. അമൃതയെ വിട്, എലിസബത്തിനെ വിട്, ബാലയെ വിട്. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് അടങ്ങി ഒതുങ്ങിയോളും. ഇവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ലൈവായിട്ട് പോവുക, വിവാദങ്ങളുണ്ടായി തന്നെ ഇവർ ലൈവായിട്ട് നിൽക്കുക എന്ന് തന്നെയായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. ബാലയായാലും എലിസബത്ത് ആയാലും അമൃതയായാലും ഇവരെല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഒന്നും മനസ്സെനിക്കറിയില്ല. ഏതായാലും ബാലയും കോഹ്ലിയെയും ഒരു വഴിക്ക് വിടുക, എലിസബത്തിനെയും അമൃതയും ഒരു വഴിക്ക് വിടുക. അവരൊക്കെ അവരുടെ ജീവിതം ഒരു ജീവിതമുള്ളെന്ന് ഇത് ആസ്വദിച്ച് ജീവിക്കട്ടെ. അപ്പം ഇതെനിക്ക് കുറച്ച് ദിവസമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. ബാലയെപ്പറ്റി പുതിയ പുതിയ വാർത്തകളൊന്നും നമ്മളറിയുന്നില്ല. അവരെ അവരുടെ വഴിക്ക് വിടുക. എന്നാലും ഞാൻ ചിലപ്പം പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവർ കാണും. എനിക്കൊന്നുമില്ല, എനിക്ക് തോന്നിയത് പറഞ്ഞു. അപ്പം മറ്റൊരു മീഡിയയുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.